ഡോക്ടറുടെ കുംഭമേളയിലെ അനുഭവം എങ്ങനെയായിരുന്നു? കുറേ നാളായിട്ട് ഒരു ചിന്തയുണ്ടായിരുന്നു, ഒരു യാത്രയ്ക്ക് പോകണമെന്നും അത് നമുക്ക് ഒരു തീർത്ഥയാത്ര അങ്ങനെ വരുമ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കുംഭമേള തന്നെയാണെന്ന് തോന്നി. ഒന്ന്, കുംഭമേള എന്നുള്ളൊരു അട്രാക്ഷൻ. രണ്ട്, നമുക്കെല്ലാം അറിയാവുന്ന പോലെ വളരെ നല്ല രീതിയിൽ കുംഭമേളയെ അവർ മാർക്കറ്റ് ചെയ്യുമുണ്ടായി. 144 വർഷത്തിൽ മാത്രം വരുന്ന ഒരു മഹാമേള, അതിൻ്റെ പ്രത്യേകതകൾ, അത് നമ്മളെ മക്കളോ ചിലപ്പോൾ അവരുടെ മക്കൾക്ക് പോലും കാണാനുള്ള ഭാഗ്യം സിദ്ധിക്കത്തില്ല എന്നൊരു ശ്രുതി, ഇതെല്ലാം കൂടെ ആയപ്പോൾ ഇത് പോകാൻ പറ്റിയ ഒരവസരം തന്നെയാണ് എന്നൊരു തീരുമാനമെടുത്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അതിൻ്റെ കൂടെ ശിവരാത്രിയും കൂടെ ചേർന്ന് വന്നത്. എന്നാൽ പിന്നെ ശിവരാത്രിയുടെ അന്ന് കുംഭമേളയിൽ ത്രിവേണി സംഗമത്തിൽ ഒരു സ്നാനം ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും അങ്ങനെയാണ് പുറപ്പെട്ടത്. അപ്പോൾ ഇതിന് എന്താണ് ഇതിൻ്റെ ഒരു ആസ്പെക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, തീർത്ഥയാത്ര എന്നുള്ളത് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള അട്രാക്ഷൻ ആയിരുന്നു, പ്രത്യേകിച്ച് മഹാകുംഭമേളയുടെ സമയത്തും ശിവരാത്രി നടന്നു. രണ്ടാമത്, ടൂറിസ്റ്റ് എന്നുള്ള രീതിയിലും ഒരുപാട് ആളുകൾ പോകുന്ന കുംഭമേള സമയത്ത് അല്ലാതെ തന്നെ പോകുന്ന ഒരു ടൂറിസ്റ്റ് ത്രികോണമാണ് അയോധ്യ, വാരണാസിയും പ്രയാഗും. അപ്പോൾ ഇത് മൂന്നും കവർ ചെയ്യാൻ അതൊരു ടൂറിസത്തിൻ്റെ ആംഗിളും ഉണ്ടായിരുന്നു, ഒരു റിലീജിയസ് മഹാകുംഭിൻ്റെ ഒരു ആസ്പെക്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നുള്ളൊരു യാത്രയായിരുന്നു എനിക്ക് കുംഭമേളയിലൂടെ നടത്താൻ സാധിച്ചത്. ആ വെള്ളത്തിൽ കുളിച്ചാൽ ചൊറിച്ചിലുണ്ടാകുമെന്ന വിവാദം ഉണ്ടായിരുന്നല്ലോ, ഡോക്ടറുടെ അനുഭവം എങ്ങനെയായിരുന്നു? അത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു. കോടിക്കണക്കിന് ആളുകൾ പോകുന്ന ഒരു സ്ഥലം, ഒരുപാട് പേര് ഭക്തിയോടുകൂടി കുളിക്കുന്ന ഒരു സ്ഥലം, എന്തിനാണ് അനാവശ്യമായിട്ട് ഇങ്ങനൊരു കുളിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ആളുകൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചൊറിച്ചിൽ വരുമെന്നും ചിരങ്ങ് വരുമെന്നും ഒക്കെ വിവാദം എന്തിനാണ് പുറപ്പെടുത്തുന്നത് അറിയത്തില്ല. എൻ്റെ അടുത്ത് തന്നെ മുഖത്ത് നോക്കി ചോദിച്ചു, ഡോക്ടറിന് അവിടെ പോയി ഇങ്ങനെ പോകുന്നത്, ഇറ്റ് ഇസ് ലൈക്ക് എ സെസ് പൂൾ, അതായത് ഡ്രെയിനേജ് പോലല്ലേ ഇതെന്നാണ് പലരും എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട് നല്ലതാണെന്ന് വിചാരിച്ച് പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കേണ്ടത് ഒരു കാര്യമില്ല എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം. രണ്ടാമത്, നമ്മൾ ഗംഗാ നദിയുടെ തീരത്തുകൂടി ഞാൻ ഓൾമോസ്റ്റ് ഒരു 6 കിലോമീറ്റർ പ്രയാഗിൽ നടക്കുകയുണ്ട്. അതുപോലെ യമുന തീരത്തിലും കൂടി നടന്ന് ത്രിവേണി സംഗമം വരെ പോയി. ആദ്യം ഞാൻ പോയത് അയോധ്യയിലാണ്. അയോധ്യയിലുള്ള സരയൂ നദിയിൽ കൂടെയും ഗംഗാ നദിയുടെ തീരത്തൂടെയും പിന്നെ യമുന നദിയുടെ തീരത്തൂടെയും പിന്നെ വാരണാസി ചെന്നപ്പോൾ കേദാർ ഘാട്ട്, മണികർണിക ഘാട്ട്, അസി ഘാട്ട് തുടങ്ങി 1.5 കിലോമീറ്ററോളം ഗംഗാ നദിയുടെ വാരണാസിയിൽ കൂടെ നടക്കാൻ ഉള്ള ഭാഗ്യം ഉണ്ടായി. ഭാഗ്യം എന്ന് പറയാൻ കാര്യം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് മറ്റുള്ളവർക്കും അത് വലിയൊരു പ്രാധാന്യമായി തോന്നില്ല. എന്നാൽ ഈ ഒരു 10-15 കിലോമീറ്റർ ഈ നദികളുടെ തീരത്തൂടെ നടന്നിട്ട് ഒരൊറ്റ കുപ്പി, പ്ലാസ്റ്റിക് കുപ്പി പോലും ഞാൻ ജലത്തിൽ കിടക്കുന്ന കണ്ടില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. ഞാൻ ആ സമയത്ത് ഒരുപാട് ഫേസ്ബുക്കിൽ ലൈവ് വീഡിയോ ഇട്ടായിരുന്നു. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയോ ഒരു മാലിന്യമോ നേരിട്ട് കാണാനൊത്തില്ല. അതിൽ ത്രിവേണി സംഗമത്തിൽ ബോട്ട് ക്ലബിൽ നിന്ന് 2-3 കിലോമീറ്റർ ബോട്ടിൽ പോയാണ് സ്നാനം ചെയ്തത്. ഈ ഒരു അവസരത്തിൽ പോലും ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ മാലിന്യമോ കണ്ടില്ല. പിന്നെ ഉണ്ടായൊരു അനുഭവം, നമ്മൾ കേദാർ ഘാട്ടിൽ വെച്ച് ഞാൻ 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ബലി എൻ്റെ അച്ഛൻ്റെയും അമ്മൂമ്മയുടെയും പൂർവികയുടെയും ബലി ഇടാൻ സാധിച്ചു. ഈ ബലി ഇട്ടതിന് ശേഷം അവിടുത്തെ പൂജാരി പറഞ്ഞത്, നിങ്ങൾ പൂക്കൾ മാത്രമേ ജലത്തിലോട്ട് നിക്ഷേപിക്കാൻ പാടുള്ളൂ, അതിൻ്റെ കൂടെ തന്ന കപ്പ്, പ്ലേറ്റ്, ബാക്കി കാര്യങ്ങളൊക്കെ നിർബന്ധമായും ചവറ്റുകുട്ടലിടുക. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ അവിടെ ചെല്ലുകയും ഇവരെല്ലാം തന്നെ ഈ നമ്മുടെ പൂ അതുപോലത്തുള്ള അർപ്പിക്കാനായിട്ടുള്ള ഓർഗാനിക് മാറ്റർ അല്ലാതെ ബാക്കിയുള്ള പ്ലാസ്റ്റിക് എല്ലാം വേർതിരിച്ച് കുപ്പയിലിടുകയായിരുന്നു. ഞാൻ ശിവരാത്രിയുടെ അന്ന് രാത്രി ഒരു 8 മണി തൊട്ട് അതിരാവിലെ 2 മണി വരെ ഗംഗാ തീരത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും ആളുകൾ ചവർ വന്ന് നീക്കിക്കൊണ്ടിരിക്കുകയാണ്, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെള്ളം ഉൾപ്പെടെ. അപ്പം അതിൻ്റെയൊക്കെ ഞാനവിടെ നിന്നപ്പോൾ കണ്ട ദൃശ്യങ്ങളൊക്കെ തന്നെ ഞാൻ അപ്പോൾ തന്നെ വീഡിയോയിൽ പകർത്തുകയും ഫേസ്ബുക്ക് ലൈവ് ചെയ്യുകയും ചെയ്തു. എനിക്കറിയില്ല ഈ ചാനലിന് അതിന്ന് ക്ലിപ്പിംഗ്സ് എടുക്കാൻ ഒക്കുമെങ്കിൽ അതും കൂടെ കാണിക്കുന്നത് നല്ലതാണ്. പിന്നെ മാലിന്യത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10 കിലോമീറ്റർ ഇപ്പത്താണ് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത്, പിന്നെ നമ്മൾ ബാക്കി നടന്ന് വേണം പോകാൻ. അതുപോലെ ഇത്രയും ദൂരം നടക്കുകയും രാത്രി ഒരു 8 മണി തൊട്ട് അതിരാവിലെ 2 മണി നിൽക്കുന്നത് കൊണ്ടും സ്വാഭാവികമായിട്ട് നമുക്ക് ടോയ്ലറ്റ് പോയിട്ട് വരും. പ്രയാഗിൽ വെച്ച് 3 പ്രാവശ്യം ഞാൻ പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടി വന്നു.
നമുക്ക് ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഒരു KSRTC ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഞാനൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലുള്ള ഞാൻ ജോലി ചെയ്തിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ്. അവിടുത്തെ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ പോകാനായിട്ട് എനിക്ക് അതിനുള്ള മനസ്സ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പ്രയാഗിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ 3 പ്രാവശ്യം ടോയ്ലറ്റ് വരെ ഉപയോഗിക്കാനായിട്ട് ഒത്തു, പബ്ലിക് ടോയ്ലറ്റ്. അപ്പോൾ എത്രത്തോളം ക്ലീൻ ആയിരുന്നു എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ ഊഹിക്കാം. പിന്നെ നമ്മൾ വിവാദത്തിലോട്ട് വരികയാണെങ്കിൽ ഏതോ പത്രത്തിലും മാധ്യമത്തിലും വന്നത് ഈക്കോളൈ, അതായത് മനുഷ്യ വിസർജ്യത്തിൽ വരുന്ന ബാക്ടീരിയ ഈക്കോളൈ, അതിന്റെ തോത് ക്രമാതീതമായി ഗംഗാനദിയിൽ ഉണ്ട് എന്നുള്ളതാണ്. സത്യമായിരിക്കാം, പക്ഷേ ഗംഗാനദിയിൽ ഇതെങ്ങനെയാണ് ഈ ഈക്കോളൈ വന്നതെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. ഗംഗാനദിയിൽ സ്വാഭാവികമായിട്ട് ഈക്കോളൈ ഇല്ല. മനുഷ്യന്റെ വിസർജ്യം അവിടെ പോയി നിന്ന് വിസർജ്യം ചെയ്യുകയോ അല്ലെങ്കിൽ വീട്ടിലുള്ള വിസർജ്യം നമ്മൾ ട്യൂബിലൂടെ ഗംഗാനദിയുടെ അടിയിലോട്ട് ഇടുകയോ ചെയ്യാതല്ലാതെ അവിടെ ഈക്കോളൈ വരില്ല. അപ്പോൾ ഇത് സിവിക് സെൻസ് ഇല്ലാത്ത, സാമൂഹ്യ ബോധമില്ലാത്ത ആളുകളുടെ ഇടയിലുള്ള എല്ലായിടത്തും വരും. നമ്മുടെ നാട്ടിലും ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആക്കുളം കായലിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഈക്കോളയുടെ അതിപ്രസരമുണ്ട്. എന്തുകൊണ്ടാണ്? അടുത്തുള്ള വീടുകളിൽ പലതിന്റെ ഡ്രെയിനേജ് ഇതിന്റെ അകത്തോട്ടാണ് ഭൂമിയുടെ അടിയിൽ കൂടെ പോകുന്നത്. അപ്പോൾ ഇതിനെ കുറ്റപ്പെടുത്താതെ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഇതിൽ നമ്മുടെ പങ്ക് എന്താണ്, നമ്മുടെ നാട്ടുകാർക്ക് ഇതിലുള്ള പങ്ക് എന്താണ്, അവരെ എങ്ങനെ നമ്മൾ ബോധവൽക്കരിക്കാം, ഇതിനെപ്പറ്റി ആലോചിച്ച് ക്രിയാത്മകമായി നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് കൂടുതൽ കൂടെ നിൽക്കുന്നതിന് പകരം നമ്മളെല്ലാം കൂടെ വെളിയിൽ നിന്ന് ചെളി വാരി എഴുതുന്ന ഒരു പ്രവണത, അത് ഒട്ടും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അവിടെ ഈക്കോളൈ ഉണ്ടെങ്കിൽ അത് നിർമ്മാർജ്ജനം ചെയ്യാൻ, അത് കുറയ്ക്കാനായിട്ട് ക്ലീൻ ഗംഗ പ്രൊജക്റ്റ് ഉണ്ട്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, എനിക്കൊന്ന് മലയാളി ഓഫീസേഴ്സ് തന്നെയാണ് IAS ഓഫീസർ നമുക്കുള്ളത്. അപ്പൊ അവിടെ നമുക്ക് ഒരു 5 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യാം അതിനെ ക്ലീൻ ചെയ്യാനായിട്ട്. അതല്ലാതെ ഇവിടെ മുഴുവൻ അഴുക്കാണ്, ഇവിടെ മുഴുവൻ ചെളിയാണ്, ഇതിനകത്ത് മുഴുവൻ മനുഷ്യ വിസർജ്യമാണെന്ന് പറയുന്നതിന് പകരം അത് ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന നടപടിയുടെ കൂടെ നമ്മൾ നിൽക്കുക. നമ്മുടെ മഹത്തായിട്ടുള്ള പൈതൃകം, നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മൾ അഭിമാനം കൊള്ളുക. അതിൽ എന്തൊക്കെയാണോ പോരായ്മകളുള്ളത്, ഒരുപാട് പോരായ്മകളുണ്ട്, അതെനിക്ക് വരെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. അതിന് എന്താണ് പരിഹാരമെന്ന് നോക്കാതെ അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതി തികച്ചും തെറ്റാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അവിടുത്തെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ഇതര മതസ്ഥർ അവരുടെ സഹകരണം എങ്ങനെയായിരുന്നു? ഞാൻ ശ്രീനാരായണ ഗുരുവിൽ തത്വങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ജാതി ഒരു മതം മനുഷ്യന്, ജാതി ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നൊക്കെ പറയുന്ന തത്വത്തിൽ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ കാണുന്ന ആളുകൾ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ പൊതുവെ നമ്മൾ ആലോചിക്കാറില്ല. ചിലപ്പോൾ പക്ഷെ വളരെ പ്രകടമായിട്ട് അവരുടെ പുറത്ത് എന്തെങ്കിലും ചിഹ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായെന്നിരിക്കാം. പക്ഷേ ഞാൻ ഒരു വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞു, അതുകൊണ്ടായിരിക്കണം ഈ ചോദ്യം വന്നത്. ഞാൻ പ്രയാഗിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ എന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞ ടാക്സിക്കാരന് അടുത്തോട്ട് എത്താൻ ഒത്തില്ല. ഓൾമോസ്റ്റ് ഒരു 10 കിലോമീറ്റർ ഇപ്പുറത്താണ് വണ്ടി കൊണ്ട് നിർത്തിയത്. ഞാൻ ബസ്സിലാണ് അയോധ്യയിൽ നിന്ന് പ്രയാഗിൽ എത്തിയത്. അപ്പൊ അവിടെ നിന്ന് എനിക്ക് നേത്രകുംഭം എന്നുള്ള മെഡിക്കൽ ചികിത്സാ ക്യാമ്പിൽ 2 മണിക്ക് ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. പോകാൻ ഒരു മാർഗവും ഇല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടി നിന്നപ്പോഴാണ് ഒരു ബൈക്കിൽ ഒരാൾ വന്ന് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. എന്നാ പരിങ്ങൽ കണ്ടാക്ട് ആകണം, അവിടുത്തെ ആളല്ലാന്ന് മനസ്സിലായി കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സെക്ടർ 6-ൽ നേത്രകുംഭം എന്നുള്ള മെഡിക്കൽ ചികിത്സാ ക്യാമ്പ് നടത്തുന്നുണ്ട്, എനിക്കവിടെ 2 മണിക്ക് ഡ്യൂട്ടിയാണ്, ബസ് ലേറ്റായി, എന്നെ വിളിക്കാൻ വരാമെന്ന ആൾക്ക് അടുക്കാൻ ഒക്കുന്നില്ല, അപ്പോൾ എനിക്ക് അവിടെ അത്യാവശ്യമായിട്ട് പോകണം. ഡോക്ടറാണ്, ഞാൻ പറഞ്ഞത് അതെ ഡോക്ടറാണ്, കേരളത്തിൽ നിന്ന് വരികയാണ്, എന്നാൽ കയറിക്കോളും, ഞാൻ അവിടെ കൊണ്ടാക്കാം. അപ്പോൾ ഒരുപാട് കഥകളും ബുദ്ധിമുട്ടുകളൊക്കെ കേട്ടോളൂ. ഞാൻ ചോദിച്ചു എത്രയാണ് നിങ്ങളുടെ ചാർജ്, കാരണം എന്നില്ല വന്നോളും, ഞാൻ കൊണ്ടുവിടാം, സൗകര്യം പോലെ തന്നാൽ മതി. ശരി, ഞാൻ കയറി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ പറഞ്ഞു. അവിടുത്തെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് അരമണിക്കൂർ പുള്ളിക്കാരൻ്റെ ബൈക്കിൽ ഇരുന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ വളരെ മനോഹരമായി തോന്നിയുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഫേസ്ബുക്ക് ലൈവും വീഡിയോകളൊക്കെ പകർത്തിയ ശേഷം അദ്ദേഹം എന്നെ അരമണിക്കൂർ അവിടെ കൊണ്ട് വളരെ സേഫായിട്ട് കൊണ്ടിറക്കി. അപ്പോൾ അവിടുത്തെ തിക്കും തിരക്കും കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇപ്പോൾ ഇത്രയും തിക്കും തിരക്കും ആണെങ്കിൽ ഞാൻ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്ന ശിവരാത്രിയുടെ അടുത്ത ദിവസം ഇതിൻ്റെ 10 ഇരട്ടി റഷ് കാണും. അതും രാവിലെ 6 മണിക്കാണ് എനിക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു, എനിക്ക് ശിവരാത്രിയുടെ അടുത്ത ദിവസം 27 ഫെബ്രുവരിക്ക് രാവിലെ 6 മണിക്ക് എനിക്ക് ബസ് അല്ലെങ്കിൽ ട്രെയിനിൽ പോകാനായിട്ടുണ്ട്, അപ്പോഴും കൂടെ എന്നെ സഹായിക്കാമോ? പിന്നെന്താ, 100% സഹായിക്കാം. എന്നാൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ പേരും നമ്പറും തരാമോ ചോദിച്ചപ്പോഴാണ് എൻ്റെ പേര് അബ്ദുൾ ആണെന്നും എൻ്റെ നമ്പർ ഇതാണെന്നും പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞത്, നമ്മളൊന്നും അറിയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പുള്ളിക്കാരനെ ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കർമ്മമണ്ഡലത്തോട്ട് കടക്കുന്നു. പിന്നെ തിരിച്ചു വരാൻ സമയത്താണ് രാവിലെ എനിക്ക് 7 മണിക്ക് 8 മണിക്ക് ട്രെയിനും ബസ് ടിക്കറ്റും ഉണ്ട്.
അപ്പോൾ രണ്ടും രണ്ട് ദിശയിലാണ്. അപ്പോൾ രാവിലെ ഞാൻ വിളിച്ചു, കറക്റ്റായിട്ട് അബ്ദുൾ എന്നെ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി. അവിടെ അരമണിക്കൂർ നിന്നപ്പോഴാണ് ട്രെയിൻ ക്യാൻസലായി എന്ന് മനസ്സിലായത്. അപ്പോൾ ആ സമയം ഞാൻ അബ്ദുളിനെ വിളിക്കുകയും അബ്ദുൾ തിരിച്ച് ഒരുപാട് ദൂരം പോയെങ്കിൽ തിരിച്ചു വന്ന് എന്നെ നേരെ തിരിച്ച് പ്രയാഗ് ടൗണിൽ കൊണ്ടുപോയി ബസ്സിൽ കയറ്റി വിടാൻ ശ്രമിച്ചപ്പോൾ ബസ് അവിടെ നിന്നല്ല, തിരിച്ച് ഞാൻ ആദ്യം തുടങ്ങിയ ജൂസി സ്റ്റേഷനിലാണ്, തിരിച്ച് ജൂസിയിൽ കൊണ്ടുവന്നു. ജൂസി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഒരു 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴാണ് ആ ബസ്സും ക്യാൻസലായെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് കാര്യം എൻ്റെ അന്നത്തെ പ്രയാഗിലെ എല്ലാ ദൗത്യങ്ങളും കഴിഞ്ഞു. ഇനിയിപ്പോൾ വാരണാസിയിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ അബ്ദുൾ പറഞ്ഞൊരു വാക്ക്, ഡോക്ടറെ ഞാൻ വാരണാസിയിൽ കയറ്റി വിട്ടിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന് പറഞ്ഞൊരു ധൈര്യം, അതിൻ്റെ അകത്ത് മനുഷ്യ നന്മ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ വേറെ ജാതി മതം കാര്യങ്ങളൊന്നും അത് പ്രസക്തമല്ല. ഇപ്പോൾ എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റി ഒരിടത്ത് കിടക്കുകയാണെങ്കിൽ ഒരു നല്ല മനസ്സിലാണ് എനിക്ക് ബ്ലഡ് ഡൊണേഷൻ തരാമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ഏത് ജാതി മതം എന്നൊന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല. ആ സമയത്ത് മനുഷ്യ നന്മ മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഇവിടെ ഉടനീളം നമ്മൾ അയോധ്യയിൽ പോയപ്പോഴാണെങ്കിലും പ്രയാഗിൽ പോയപ്പോഴാണെങ്കിലും വാരണാസിയിൽ പോയപ്പോഴാണെങ്കിലും ഒരു പരിചയവുമില്ലാത്ത ഒരുപാട് പേർ സഹായിച്ചു. ഇപ്പോൾ നമ്മൾ പ്രയാഗിൻ്റെ കാര്യം പറയാൻ ഒരു 10-20 കിലോമീറ്ററോളം സ്ഥലം മനുഷ്യനെ കാറോ ബൈക്കോ വിളിയിൽ ഒക്കാത്ത രീതിയിൽ ജനസാഗരമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്കും അവരുടെ വീട്ടിൽ നിന്ന് കാറും ബൈക്കും കൊണ്ടൊന്നും ഇറങ്ങാൻ ഒക്കുന്നില്ല. അത് ഹിന്ദു ആണെങ്കിലും ശരി, മുസ്ലിം ആണെങ്കിലും ശരി, സിഖ് ആണെങ്കിലും ശരി, ക്രിസ്ത്യാനി ആണെങ്കിലും ശരി, എല്ലാവരുടെയും അവസ്ഥ അതുപോലെ തന്നെയാണ്. പക്ഷെ ഒരാൾ പോലും വളരെ പ്രകടമായിട്ട് ഇതൊക്കെ എന്തിനാണെന്നുള്ളൊരു ബുദ്ധിമുട്ട് ഒരിക്കൽ പോലും പറഞ്ഞില്ല. അപ്പം നമ്മുടെ നാട്ടിൽ അതുപോലുള്ള എത്രയോ നല്ല ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ ആറ്റുകാൽ പൊങ്കാൽ ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാവുന്ന എത്രയോ നല്ല മനസ്സുള്ള ജാതി മതം ഒന്നും നോക്കാതെ ഭക്തജനങ്ങൾക്ക് വേണ്ടി വീട് തുറന്നു കൊടുക്കുന്ന, ടോയ്ലറ്റുകൾ തുറന്നു കൊടുക്കുന്ന, നിങ്ങൾ എൻ്റെ വീട്ടിൽ താമസിച്ചോളൂ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇരുന്ന് നിങ്ങൾ പൊങ്കാല ഇട്ടോളൂ, അവിടെ നിന്ന് ആരും ജാതിയും മതവും ചോദിക്കുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള ഈ സൗഹൃദം ലോകത്തിൻ്റെ പല ഭാഗത്തും നോർത്ത് ഇന്ത്യയിലും എല്ലാം തന്നെയുണ്ട്. അതിൻ്റെ ഒരു നല്ല വശം കാണാനുള്ളൊരു അവസരം കൂടി പ്രയാഗിൽ കിട്ടി എന്നൊരു സന്തോഷം കൂടി എനിക്കുണ്ട്. അവിടെ പോയപ്പോഴുള്ള തിരക്കും മറ്റു നിയന്ത്രണങ്ങളും എങ്ങനെയായിരുന്നു? സർക്കാർ ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെടും? ഉത്തർപ്രദേശ് സർക്കാർ കുംഭമേളയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടിയത് നമുക്ക് നെഗറ്റീവ് ന്യൂസിനാണ്. ഒന്ന്, അവിടെ ജനക്കൂട്ടത്തിനിടയിൽ തിക്കും തിരക്കിലും 10-20-30 പേർ മരിച്ചു എന്നുള്ളൊരു വാർത്ത. രണ്ടാമത്, ഡൽഹിയിൽ റെയിൽവേ സ്റ്റേഷനിൽ അതിഭീകരമായ തിരക്ക് കാരണം അവിടെയും കുറച്ചധികം പേർ മരിച്ചു എന്നുള്ളൊരു വാർത്ത. 3, ഗംഗാ നദിയിൽ മനുഷ്യ മാലിന്യം കാരണം അതിൽ ഇറങ്ങുന്നവർക്കൊക്കെ ചിരങ്ങും ചെളിയും പിടിച്ചു എന്നുള്ള വാർത്ത. ഇതൊക്കെയാണ് നമ്മൾ ഒരുപാട് കണ്ടത്. എന്നിരുന്നാലും കോടിക്കണക്കിന് ആളുകൾ വരുന്ന അവിടെയുള്ള ക്രമീകരണങ്ങൾ, അതിന് ചെയ്തിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഉത്സവമായിരുന്നു കുംഭമേള. അതിൽ നടന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ പലപ്പോഴും മറന്നുപോയി എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഞാൻ ഒരിക്കൽ എൻ്റെ മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് ഇറങ്ങി ത്രിവേണി സംഗമത്തിൽ നടന്നു പോയപ്പോൾ പലയിടത്തും മാർഗതടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ നേത്ര ചികിത്സാ ക്യാമ്പിന് കേരളത്തിൽ നിന്ന് വന്ന ഡോക്ടറാണ്, അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ട് പോകാനായിട്ടുണ്ട്, അപ്പോൾ എന്നെ ഒന്ന് കടത്തി വിടാമോ? പോലീസുകാരൻ്റെ ഉത്തരം വളരെ ലളിതമായിരുന്നു, ആരാണെങ്കിലും ഇതിനപ്പുറത്തോട്ട് കടത്തി വിടാൻ എനിക്ക് അനുവാദമില്ല. എൻ്റെ SP വന്നാൽ പോലും ഞാൻ ഇവിടെ തടഞ്ഞു നിർത്തണം. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. അത് അക്ഷരം പ്രതി അവർ പാലിക്കുന്നുണ്ടായിരുന്നു. ഒരു റോഡ് ഒരു ദിശയിലോട്ട് മാത്രമേ വിടുന്നുള്ളൂ, തിരിച്ചു വരുന്ന റോഡ് വേറെ ദിശയിൽ കൂടെയാണ് വരുന്നത്. അതുപോലെ ഉടനീളം ടോയ്ലറ്റ് അതുപോലുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്രൗഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡ്രോണോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇമേജ് എടുക്കുമ്പോൾ തിക്കും തിരക്കും ഒരുപാട് കാണും. എന്നാൽ നമ്മൾ അതിൻ്റെ അകത്ത് ആയിക്കഴിഞ്ഞാൽ പലപ്പോഴും ഒരു സൈഡിലോട്ടോ ഇടയിലോട്ടോ ഒരുപാട് സ്ഥലം കാണാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും നമുക്കെല്ലാം അറിയാവുന്ന ബുദ്ധിമുട്ടുകൾ വരുന്നത് പെട്ടെന്നൊരു തീരുമാനം എടുത്ത് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തേക്കടിയിൽ കുട്ടികളെല്ലാം കൂടെ ഒരു ബോട്ടിൽ പോയപ്പോൾ സൈഡിൽ ഒരു കുരങ്ങനെ കണ്ടു. എല്ലാവരും കൂടെ കുരങ്ങനെ കാണാൻ ഒരു ബോട്ട് ഒരു സൈഡിലോട്ട് ബോട്ട് മറിഞ്ഞു. അതുപോലെ തന്നെയാണ് ഒരു തിക്കും തിരക്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അശ്രദ്ധ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ വരണ്ടു ഓടുന്നു. ഇങ്ങനെ വരുന്നു, ഒരാൾ വീണ് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പുറകെ വീഴുന്നു. ഇങ്ങനെയാണ് ആ ഒരു തിക്കും തിരക്കിലും പലപ്പോഴും നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്തുള്ള മരണം വരെയുള്ള നിർഭാഗ്യങ്ങൾ നടക്കുന്നത്. അത് തികച്ചും ദുഃഖം ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ ആ 2 ഇൻസിഡൻറ്റിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ
സർക്കാരിന് ചെയ്യാനൊക്കുന്ന എല്ലാ മുൻകരുതലുകളും, അത് റോഡിന് വീതി കൂട്ടുന്നതാണെങ്കിലും റോഡിന് ഗട്ടർ ഇല്ല എന്നുള്ളതാണെങ്കിലും പൊതുജനത്തിന് സ്നാനം ചെയ്യാൻ ഉടനീളം ഘാട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിലും പബ്ലിക് ടോയ്ലറ്റുകൾ വെക്കുന്നതാണെങ്കിലും കുടിവെള്ളത്തിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യുന്നതാണെങ്കിലും എല്ലാം നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെ തെക്കും തിരക്കും കുറയ്ക്കാനായിട്ട് നമ്മൾ ത്രിവേണി സംഗമം എത്തുന്നതിന് 4-5 കിലോമീറ്റർ ഇപ്പോൾ തന്നെ പോലീസുകാർ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ലേ വന്നത്, നിങ്ങൾ എന്തിനാണ് അങ്ങ് അറ്റം വരെ നടക്കുന്നത്, ഇതും ഗംഗയുടെ തീരം തന്നെ, നിങ്ങൾക്ക് ഇവിടെ സ്നാനം ചെയ്താൽ പോരെ എന്നും പറഞ്ഞ് കഴിവതും പേരെ അവിടെ നിന്ന് എത്രത്തോളം അകലത്തിൽ നിന്ന് സ്നാനം ചെയ്ത് വിടാനൊക്കുമോ ആ ഒരു നടപടിയും എല്ലാം അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഭരണകൂടത്തിലുള്ള രീതിയിൽ ചെയ്യാനൊക്കുന്ന എല്ലാ മുൻകരുതലും അവരെടുത്തിട്ടുണ്ട്. വീഴ്ചകൾ 100% ഇടയ്ക്ക് ഉണ്ടാകുമെന്നുള്ള സ്വാഭാവികം. ഇത്രയും വലിയ 144 വർഷത്തിലിടയ്ക്ക് മാത്രം വരുന്ന ഒരു സംഗമവും അത് കേരളത്തിൽ തൊട്ട് ഇനി അറ്റം കിടക്കുന്ന കേരളത്തിൽ തൊട്ട് ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ചെയ്യും. അത് കൂടാതെ അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്നും ഒക്കെ സെലിബ്രിറ്റീസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ഉന്തും തള്ളും ഉണ്ടാകും. പിന്നെ കേട്ടൊരു കോൺട്രവേഴ്സി, ഒരു വലിയൊരു ഭാഗം VIP വേണ്ടി മാറ്റി വെക്കുകയും പൊതുജനത്തിന് വേണ്ടി ചെറിയൊരു സ്ഥലമേ ഇട്ടിട്ടുള്ളൂ എന്ന് എനിക്ക് 2 പേര് ഫോർവേഡ് ചെയ്തു. നീ എന്തിനാണ് അവിടെ പോണേ, അവിടെ അദാനിക്കും അംബാനിക്കും ഒക്കെ സ്നാനം ചെയ്യാനുള്ള സ്ഥലമേ ഉള്ളൂ, നിന്നെപ്പോലെ സാധാരണക്കാർക്ക് എന്നാൽ ഒന്നും ചെയ്യാനൊക്കില്ല എന്ന് പറഞ്ഞ ഒരുപാട് തെറ്റിദ്ധരിക്കുന്ന ഫോർവേഡ്സും എനിക്കും പലർക്കും കിട്ടിക്കാണും. അവിടെ സംഭവിച്ചത് ഞാൻ കണ്ടത് ഒരു 10-20 കിലോമീറ്റർ പൊതുജനത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോമീറ്റർ VIP ഘാട്ടായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ നേരിട്ട് കാലിൽ ചെന്നിറങ്ങാനൊക്കെ അവിടെ നിന്ന് ബോട്ടിൽ വേണമെങ്കിൽ നമുക്ക് സ്നാനം ചെയ്യാൻ പോകാൻ ഒക്കെ ചെയ്ത് അവർ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഭാഗം VIPs വേണ്ടി മാറ്റി വെച്ചത് കൊണ്ട് ഒരു 90% പൊതുജനത്തിന് ഓപ്പൺ ആയതുകൊണ്ടും അത് കാരണം കൂടുതൽ റഷ് ഉണ്ടായെന്ന് നമുക്ക് പറയാൻ ഒക്കുന്നില്ല. അപ്പോൾ വേണ്ടാത്ത ഒരുപാട് വിവാദങ്ങൾ, ഒരു 90% നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു 10% നടക്കുന്ന മോശം കാര്യങ്ങളെ മാത്രം അത് ഊതിപ്പെരിപ്പിച്ച് വാർത്തയാക്കി വിടുന്ന എനിക്ക് തോന്നുന്നു. എന്നാലേ വാർത്തയാവുകയുള്ളൂ. അപ്പം നല്ലൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു വാർത്തയല്ലല്ലോ, എന്തെങ്കിലും അത്യാഹിതങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോഴാണല്ലോ വാർത്തയാകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പട്ടി മനുഷ്യനെ കടിച്ചാൽ വാർത്തയല്ല, മനുഷ്യൻ പട്ടിയെ കടിച്ചാൽ വാർത്തയാകുന്നു. അതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ള പല വാർത്തകളിൽ നിന്നും പ്രയാഗിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിയവരോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന വികാരം കൂടെ നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ ഞാൻ പ്രയാഗിൽ പോയി സ്നാനം ചെയ്ത് 3 ദിവസം അടുപ്പിച്ച് സ്നാനം ചെയ്ത് തിരിച്ചു വന്നു. അയ്യോ ഡോക്ടർ എന്തിനാ അവിടെ പോയത്, ഇത് ചുമ്മാ ഒരു ചവറ്റ് കുട്ടയല്ലേ, ഇത് ഈ വെള്ളത്തിലൊക്കെ ആർക്കെങ്കിലും ഇറങ്ങാൻ വെക്കും, അത് ചൊറി ചരങ്ങൊക്കെയല്ലേ പിടിക്കുള്ളൂ എന്ന് ചോദിച്ച് ആനന്ദം കൊള്ളുന്ന കുറച്ച് പേർ, എല്ലാത്തിൻ്റെയും നെഗറ്റീവ് വശം മാത്രം കാണുന്ന ചിലർ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമം ആണ് തോന്നുന്നത്. കാര്യം ഇത്രയും വലിയ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു റിലീജിയസ് കൂട്ടായ്മ, എൻ്റെ കൂട്ടുകാരിൽ തന്നെ 10, 20, 30 പേർ അവിടെ പോയിരിക്കുന്നു. ഒരാൾ പോലും അവിടെ പോയിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ചരങ്ങോ ചെറിയോ എന്തെങ്കിലും പറഞ്ഞിട്ട് ആരും എൻ്റെ അനുഭവത്തിൽ ആരും പോയിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ മുമ്പിൽ എനിക്ക് മുമ്പ് പോയിട്ടുള്ള എൻ്റെ സ്കൂളിൽ പഠിച്ച കൂട്ടുകാർ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഡോക്ടർ, ഇവിടുത്തൊക്കെ ഞാൻ ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് പോയത്. ഒരാൾ പോലും ഇത്രയും പ്രയാസപ്പെട്ട് അവിടെ ചെന്നിറങ്ങി കിലോമീറ്ററോളം നടന്ന് ഈ തണുപ്പത്ത് ഗംഗാജലത്തിൽ മുങ്ങി ചെയ്യുന്നത് ഒരു വിഡിത്തമാണെന്ന് ഈ പറഞ്ഞ ഞാൻ ചോദിച്ചുള്ള 10-20 ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. എല്ലാവരും പറഞ്ഞത് ദൈവനെ പോകാനുള്ള ഭാഗ്യം കിട്ടുകയാണെങ്കിൽ, അവസരം കിട്ടുകയാണെങ്കിൽ നിർബന്ധമായും പോവുക, ഇത് ജീവിതത്തിലെ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരവസരം തന്നെയാണെന്നാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. ഇത്രയും പ്രയാസപ്പെട്ട് ഒരാഴ്ചയോളം ദൈർഘ്യമുള്ള ഒരു ട്രിപ്പ്, പലപ്പോഴും യാത്രയിൽ ഒരുപാട് വിഘ്നങ്ങൾ ഉണ്ടായിരുന്നു. ബുക്ക് ചെയ്ത ട്രെയിൻ ക്യാൻസൽ ആവുന്നു, ബസ് ക്യാൻസൽ ആവുന്നു, 5-10 കിലോമീറ്റർ ഓരോ ദിവസവും നടക്കേണ്ടി വരുന്നു. നല്ല തണുപ്പുള്ള വെള്ളത്തിൽ പലപ്പോഴും സ്നാനം ചെയ്യേണ്ടി വരുന്നു. സഹായിക്കാൻ അവിചാരിതമായി പരിചയപ്പെടുന്ന ആൾക്കാരല്ലാതെ ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാലും, ഇത്രയും പരാമർശങ്ങൾ പലതിനെ പറ്റിയിട്ടും ഉണ്ടായിരുന്നാലും, ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് പറയാനായിട്ടുള്ളത്, മറ്റുള്ളവർക്ക് വിഷമങ്ങൾ അല്ലെങ്കിൽ വെറുതെ ഒരു വിവാദത്തിന് വേണ്ടി വിവാദം ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ മോശമായി ചിത്രീകരിക്കുക. കാര്യം ഒരുപാട് നല്ല കാര്യങ്ങൾ, 90% നല്ല കാര്യം, അത് എംഫസൈസ് ചെയ്ത് ഇതും കൂടെ നടന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല.
അപ്പോൾ കോടിക്കണക്കിന് ആൾക്കാർ വന്നു. വളരെ വളരെ നിർഭാഗ്യവശാൽ ഈ ഒരു നിമിഷത്തിൽ ട്രെയിൻ വന്നപ്പോൾ അമിതമായ കൂട്ടം വന്നു. അതിന് ഒരു ന്യായീകരണവും ഇല്ല, മരണം നടന്നതിനോ ആ വീഴ്ച നടന്നതിനോ. പക്ഷെ ഒരു വീഴ്ച നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ വീഴ്ച സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണം. നമ്മുടെ ക്രിറ്റിസിസം ക്രിയാത്മകമായിരിക്കണം. അപ്പോൾ ഗംഗാനദി മലിനമാണെങ്കിൽ അത് എന്തുകൊണ്ട് മലിനമായെന്നും അതിന് നമ്മുടെ നാട്ടുകാർക്കുള്ള റോൾ എന്താണെന്നും നമ്മളെപ്പോലുള്ള ഇനി അറ്റത്ത് കേരളത്തിൽ കിടക്കുന്ന നമുക്ക് ഗംഗാനദി ശുദ്ധീകരിക്കാൻ നമ്മളാൽ കഴിയാവുന്ന എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമെന്നുള്ളതും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ആക്കുളം കായലാണെങ്കിലും പമ്പ നദിയാണെങ്കിലും ഇവരെയും കൂടെ ക്ലീൻ ചെയ്യാൻ അതേ പ്രക്രിയ വെച്ച് നമുക്ക് നന്നാക്കാൻ ഒക്കുമെന്നും കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും.